ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. നിങ്ങളെ നൈറ്റി ബിറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല ഭംഗിയുള്ള നൈറ്റി ബിറ്റുകളാണ്. എല്ലാം ഒരുമിച്ച് എടുക്കണമെന്ന് തോന്നും. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മോഡേണായിട്ട് വരുന്നതൊക്കെ 290ൻ്റെ മെറ്റീരിയലാണ്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ഫുൾ സ്ലീവ് വേണ്ട, അല്ലെങ്കിൽ നല്ല ഹൈറ്റുള്ള ആളുകളാണ്. അവർക്കൊക്കെ 320 വേണ്ടത്. പക്ഷേ 320 നല്ല കളക്ഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് ഫുള്ള് കംപ്ലൈൻറ്റ് വരാറുള്ളത് ചിലപ്പോഴൊക്കെ. എന്നിട്ട് ചിലരെന്താ പറയുക, ചെറിയ പുള്ളി വേണമെന്ന് പറയാം. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ലൈൻ മോഡൽ അല്ലെങ്കിൽ വലിയ പുള്ളികളൊക്കെ ഉള്ള ടൈമിൽ ചെറിയ പുള്ളികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ ചെറിയ പുള്ളികളുടെ ടൈമിലോ വലിയ പുള്ളികളൊന്നും ഇല്ല, ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളതില്ല, കുറച്ച് ലൈനായിട്ടുള്ളതുണ്ടോ, കള്ളികളായിട്ടുള്ളതുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ പെരുന്നാളിലേക്ക് കുറച്ച് നല്ല മെറ്റീരിയലുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല കള്ളിയിലും പുള്ളിയിലൊക്കെ വരുന്നതുണ്ട്. എല്ലാവരുടെയും പരാതി തീർത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് താങ്ക്സ് പറയാനുള്ളത് ആരോടാന്ന് ചോദിച്ചാൽ നമ്മുടെ മേരി ചേട്ടത്തിയോടാണ്. മേരി ചേച്ചി ഇപ്പോൾ ഷോപ്പൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലായിട്ടുണ്ട് എറണാകുളത്ത്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സ്റ്റിച്ചിങ് തുടങ്ങിയതാണ്. ആദ്യം വീട്ടിൽ വെച്ചിട്ട് തുടങ്ങി, പിന്നീട് ഒരാളെ വീട്ടിൽ അടിക്കാൻ വെച്ചിട്ട് തുടങ്ങി. ഇപ്പോൾ 3-4 മാസമായിട്ടേ ഉള്ളൂ ഷോപ്പ് ഇട്ടിട്ട്. ഷോപ്പ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മേരി ചേച്ചി എനിക്ക് കുറച്ച് ക്യാഷ് അയച്ചു തന്നിരുന്നു. അപ്പോൾ ക്യാഷൊന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അത് പറ്റൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ എന്തായാലും ഈ ഒരു അയച്ചു തന്ന ക്യാഷ് ഞാനിപ്പോൾ ഒരു കാര്യത്തിന് എടുക്കുകയാണ്. ഇപ്പോൾ പെരുന്നാളിലേക്ക് മെറ്റീരിയൽ ഇറക്കാനായിട്ട് എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നില്ല, അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉപകാരം മേരി ചേച്ചിയെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനിയും പെരുന്നാളിൻ്റെ ഇതൊക്കെ ഈ ബിറ്റൊക്കെ സെയിലായതിന് ശേഷം മേരി ചേച്ചീൻ്റെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും, അപ്പം നിങ്ങളത് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേരി ചേച്ചി ഏറ്റിട്ടുണ്ട്. ഞാൻ കാരണം ഒരു ഉപകാരം ഉണ്ടായതിന് തിരിച്ചൊരു പ്രതിഫലം തന്നതാണ്. എന്തായാലും ആ പ്രതിഫലം നമുക്ക് വേണ്ട, നിങ്ങളൊക്കെ പ്രാർത്ഥനയിലുണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത പറയുകയാണ്. മേരി ചേച്ചിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ആ ക്യാഷ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. വേണ്ടവർ എനിക്ക് വേഗം എത്രയും പെട്ടെന്ന് അത് തന്ന മനസ്സിന് അപ്പം തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണ്. അപ്പം ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തതുമാണ്. അത് മേരി ചേച്ചി വീണ്ടും ഇങ്ങോട്ട് തിരിച്ചയച്ചതാണ്. അത് പറ്റൂല, നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് വേണം. ഇപ്പം എനിക്ക് നല്ല ഇതുണ്ട്. മേരി ചേച്ചിക്ക് ഭർത്താവൊന്നുമില്ല, മക്കളുമില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ജീവിതമായിരുന്നു. ഇപ്പോൾ അതിന് നല്ലൊരു സന്തോഷമുണ്ട്. ഇതൊക്കെ മരിച്ച ആ ഒരു സങ്കടത്തിലൊക്കെ ആയിരുന്നു മുപ്പത്തേരി. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു റിലീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പിൽ ഇപ്പോൾ ആരൊക്കെയോ പാർട്ട്ണർമാരൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല സെറ്റപ്പിലായിട്ടുണ്ട്. ഏതായാലും കൂടെ ഇപ്പോൾ ടോപ്പുകളും ഇന്നർ വെയറുകളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഷോപ്പൊന്നും കൂടെയൊക്കെ ലെവലാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഖ്യ എത്രയെന്ന് പറയണില്ല. മേരി ചേച്ചിൻ്റെ ഒരു നല്ല മനസ്സിന് അതിന് 1 കോടിയോളം വലിപ്പമുണ്ട്. ആ ഒരു സ്നേഹവും സന്തോഷം തോന്നിയതിന്. അപ്പോൾ ആ ചേച്ചിക്ക് എനിക്ക് പെട്ടെന്ന് ക്യാഷ് തിരിച്ചു കൊടുക്കണം. ഈ ഒരു ഉപകാരമെങ്കിലും എനിക്ക് ചേച്ചിനെ കൊണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചേച്ചിനെ കൊണ്ട് വേണം, എന്നെ കൊണ്ട് ചേച്ചിക്ക് ആ ഒരു സന്തോഷം കിട്ടിയതുകൊണ്ടെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിത് വലിയ ഉപകാരമാണ് ഈ ടൈമിൽ. കാരണം നമുക്ക് 100 ഇല്ലാതെ ഇപ്പോൾ മെറ്റീരിയൽ കിട്ടൂല. ഈ വീഡിയോയിൽ കാണുന്ന ഈ മെറ്റീരിയലുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഫോട്ടോ കുറേ ഒന്നും എടുത്ത് വിടാനും ഇതിനൊന്നും ഇപ്പോൾ ഈ സ്റ്റിച്ചിങ്ങും തിരക്കുമായതുകൊണ്ട് സമയമില്ല, എന്നാലും ഞാൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയക്കുക. ഞാനതിൻ്റെ കൃത്യമായിട്ടുള്ള ഫോട്ടോസ് വിട്ടുതരാം. പോലെ ഷാൾ മെറ്റീരിയലും 290ൻ്റെ മെറ്റീരിയലും വന്നിട്ടുണ്ട്, മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഓരോരുത്തർ പറയാറുണ്ട് നിങ്ങൾക്ക് വേറെ വേറെ ഇതൊക്കെ നിർത്തി കാണിക്കേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെയാണ് ഈ പ്രിൻറ്റ് വരുന്നത്. ഷാൾ മെറ്റീരിയൽ നിർത്തി കാണിച്ചിട്ട് നാളെ വീഡിയോസ് ഇടാം. അതുപോലെ 290ൻ്റെ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. ശനിയാഴ്ച എടുത്തതാണിത്. പക്ഷേ എനിക്ക് വീഡിയോ ഇടാനും ഇതിനൊന്നും പറ്റിയില്ല. എന്നാലും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കേനി. കുറേ ഓർഡറുകളുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കണുണ്ട്. അപ്പോൾ ഓൽക്കുള്ളത് അടിച്ച് കൊടുക്കാനുണ്ട്. ഇനി അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. നിങ്ങളുടെ പെരുന്നാളിൻ്റെ സെയിലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്, അതൊക്കെ ഒന്ന് കമൻ്റായിട്ടൊക്കെ ഒന്ന് പറയ്. ഇത്ത ചിലവാണില്ല എന്ന് മാത്രം പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മുണ്ടിയങ്കാവ് എന്ന് വിളിച്ചിരുന്നിട്ട് ഒരു ജമീലത്താത്ത ഇതുപോലെ നമ്മൾ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ആ താത്ത ഇപ്പോൾ മിഞ്ഞാന്നത്തെ വീഡിയോ കണ്ടിട്ട് താത്താൻ്റെ അടുത്ത് 10-20 ബിറ്റ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ചിലവാകാതെ കിടന്നിരുന്നത്. 3-4 മാസമായി തുടങ്ങിയിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ ബാക്കി വരേണ്ടത് അങ്ങനെ എടുത്ത് വെക്കും. അതിങ്ങനെ കൊടുക്കുമ്പോൾ ചിലവാകണില്ല എന്ന് സ്ഥിരം ചോദ്യം തന്നെ ആയപ്പോൾ അതവിടെ വെച്ച് അതവിടെ നിന്ന് കോഴിക്കോട് നിന്ന് എടുത്ത മെറ്റീരിയൽ ഇനി. പക്ഷെ അവിടെ നിന്ന് ഈ കെട്ടുന്ന 4-5 എടുക്കണം എന്നുള്ള നിബന്ധന കൊണ്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതിനി എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ 4-5 ഞാൻ അതിൽ പറഞ്ഞിരുന്നല്ലോ ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പ്, അങ്ങനെ അടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ അതുപോലെ നൈറ്റി ആക്കിയിട്ട് അടിച്ചിട്ട് കൊടുത്തു. പെട്ടെന്ന് സെയിലായി.
മറ്റേത് നൈറ്റി അടിച്ചിട്ട് 280 ഇത്താത്താൻ്റെ അടുത്ത് വാങ്ങിയിരുന്നത്. ഇത് 390 നൈറ്റി ആക്കിയിട്ട് നല്ല മോഡലാക്കിയിട്ട് അടിച്ചു കൊടുത്തപ്പോൾ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിൽ വിളിച്ചിരുന്നു ഇത്താത്ത. ആ പൈസ ഇതിൻ്റെ ലാഭം മുഴുവൻ നമുക്ക് എടുക്കാനുള്ള എന്തുമില്ലല്ലോ എന്നുള്ള സങ്കടത്തിലേനി. അപ്പോൾ ആ സങ്കടം മുഴുവൻ മാറ്റി തന്ന് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായി എന്നുള്ളത് കേൾക്കേണ്ടതാണ് നമുക്കും സന്തോഷം. നമ്മളും അൽഹംദുലില്ലാ 100% സന്തോഷത്തിലാണ്. പണ്ടത്തേനേക്കാളും എത്രയോ ഒരാഴ്ചയിൽ തുടക്കത്തിൽ എനിക്ക് 2 3 ആയിരുന്നു പോയത്. പിന്നെ അതിങ്ങനെ മാറി മാറി 2 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു 7 8 എന്നുള്ള രീതിയിലായി, മാസത്തിലൊരു 10 എന്നുള്ള രീതിയിലായി. ഇപ്പോൾ അൽഹംദുലില്ലാ 7 80 ആഴ്ചയിൽ പോകുന്നുണ്ട്. പിന്നെ ഷോപ്പിടാനും മറ്റതിനൊന്നും ഇപ്പോൾ ഷോപ്പിടാനുള്ള ഒരു കച്ചവടമൊക്കെ എനിക്കുണ്ട് ഇപ്പം അൽഹംദുലില്ലാ. പക്ഷേ ഷോപ്പിടുമ്പോൾ നമുക്ക് ആ ഷോപ്പിൽ പോയിരിക്കണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പൊക്കെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കിടക്കും. ഞാൻ ഒരു മോളുമാണ്, ഞാൻ ഒറ്റ മരുവളുമാണ്. 2 മരുവളുണ്ട്, പക്ഷെ ഇവിടെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നാത്തൂന് വരാനും പോകാനും പറ്റാത്തൊക്കെ ഒരു സാഹചര്യമാണ്. ഓളെ അമ്മായിമ്മ മരിച്ചിട്ട് അമ്മശാങ്ക ഒറ്റക്കാണ്. അപ്പോൾ ഇവിടെ ഉമ്മക്ക് വയ്യാത്താണ്. പിന്നെ മക്കളാണെങ്കിൽ ഇപ്പോൾ പഠിത്തത്തിൻ്റെ സമയമാണ്, ചെറുതാൾ അംഗനവാടിയിലാണ്. പോലെ കാര്യങ്ങൾക്കൊന്നും വേറൊരാളെ കിട്ടില്ല. പിന്നെ കാക്കു നാട്ടിലുള്ളതാണ്, കാക്കുവിൻ്റെ കാര്യങ്ങളും നമ്മളെല്ലാം നോക്കണ്ടേ. അപ്പം എനിക്കെല്ലാം നോക്കും വേണം, നല്ല വെറുതെ ഇരിക്കാൻ വയ്യേനും നമ്മളെ കാര്യങ്ങൾ നടക്കും വേണം. അപ്പം ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പഠിച്ചവനെ എനിക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേനി പക്ഷെ ഒന്നും വയ്യല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇന്നെപ്പോലെ മനസ്സ് വിചാരിച്ച് നിൽക്കണോല്, അങ്ങനെ നിൽക്കണോൽക്കായാലും ചെയ്യാൻ പറ്റുന്നുള്ള. ഷോപ്പിടാനൊന്നും അയക്കണില്ലെങ്കിലും പുറത്തിറങ്ങി പോയി ഒന്നും ചെയ്യാൻ അയക്കണില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കാണിക്കുക എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത്. അത് കൊള്ളണ്ടോൽക്കൊക്കെ കൊണ്ടിട്ടുണ്ട് ഒരുവിധം. ചിലർ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ പറയണേ, എന്ത് ആവശ്യം അതുകൊണ്ടൊക്കെ കിട്ടണ്, വെറുതെ തള്ളി വിടുകയാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അത് പിന്നെ ഉമ്മാനെ അടിച്ചാലും ഉണ്ടാവില്ല 2 അഭിപ്രായങ്ങൾ. ഒരാൾ പറയും ആ തള്ളൊക്കെ കിട്ടേണ്ടിയതാണ്, തള്ളൻ്റെ കയ്യിലിരിപ്പിൽ. ഒരാൾ പറയും എന്തെന്നായാലും അവൻ്റെ ഉമ്മല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ. അപ്പോൾ തള്ളാനും കൊള്ളാനും നമുക്ക് കഴിയും അല്ലേ. നല്ലത് മാത്രം എന്ത് ചെയ്യുക, നമ്മളെ തലൻ്റെ ഒരു ചെവിക്ക് തലച്ചോറിൽ വെക്കുക, ബാക്കിയുള്ളതൊക്കെ മറ്റേ ചെവി കൂടെ പുറത്തേക്ക് വിടുക. ഞാൻ ആ സൈസാണ്. നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ട്. എൻ്റെ മനസ്സാക്ഷിൻ്റെ മുമ്പിൽ മാത്രം ഞാൻ തെറ്റുകാരി ആവരുത് എന്നുള്ള നിർബന്ധമുള്ളൂ. ബാക്കിയൊക്കെ തവക്കലല്ല. എന്തായാലും നമ്മൾ റാഹത്തിലാണ്, നിങ്ങളും റാഹത്തിലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഈ മെറ്റീരിയലുകൾ ഏതാണെന്ന് ചോദിക്കണവർക്കുള്ള മറുപടിയാണ് ഇത്. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ യൂണിവേഴ്സലുകളാണ്. യൂണിവേഴ്സലിൻ്റെ 320 ആദ്യം കാണിച്ചിരുന്ന ആ വലിയ പീസുകളൊക്കെ ഭാരതിൻ്റെതാണ്. 320 ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറയാം ഭാരതാണെന്നാണ് കേട്ടോ. കാരണം 320 കുറച്ചൊക്കെ ഒരു വീതിയുള്ളവർക്കൊക്കെ വേണ്ടവർക്കാണെങ്കിൽ വീതി കിട്ടുക ഭാരതാണ്. യൂണിവേഴ്സൽ ക്ലോത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീതി കുറവായിരിക്കും. ഭാരതിനേക്കാളും ഒരു 1.5 ഇഞ്ചോളം വീതി കുറവ് വരുന്നുണ്ട് യൂണിവേഴ്സൽ. പക്ഷേ യൂണിവേഴ്സൽ ഒന്നും കൂടെ കട്ടിയായിട്ടുള്ള തുണിയാവും എന്ന് വെച്ചിട്ട് ഭാരതിന് കംപ്ലൈൻ്റ് ഒന്നും വരാറുമില്ല. ഈ 2 മാത്രമാണ് ഞാൻ 320 എടുക്കാറുള്ളത്. പിന്നെ കളർഫുള്ളായിട്ടുള്ള വേറൊരു ഐറ്റം ഉണ്ട്, അതങ്ങനെ കീറുന്നത് വരെ കളറ് പോവും, എന്നാലും അത് തുണിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. യൂണിവേഴ്സിൽ അധികം തടിയില്ലാത്ത എന്നാൽ ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ പക്കാണ്, എന്തും കുഴപ്പമില്ല. പക്ഷെ കുറച്ച് തടിയുള്ളവർക്കാവുമ്പോൾ അത് നമുക്ക് കൈക്കൊക്കെ കുറയും. എന്ന് വെച്ചാൽ 320 യൂണിവേഴ്സലിൻ്റെ 320 വെച്ചിട്ട് 56 സൈസിൽ ഫുൾ സ്ലീവ് അടിക്കാം. അല്ലാതെ 58 സൈസിൽ കൈ കിട്ടൂല 320 ആവുമ്പോൾ. 320 എടുത്താലും യൂണിവേഴ്സലിൽ. പക്ഷേ ഭാരതിൽ അതെല്ലാം പറ്റും. ഇതാണ് ആ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്ത്. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ വീതിയും നീളമൊക്കെ കിട്ടും. അപ്പോൾ പുള്ളി വേണ്ടവർക്ക് പുള്ളിയുണ്ട്, കള്ളി വേണ്ടവർക്ക് കള്ളിയുണ്ട്, അതുപോലെ പ്രിൻ്റ് വേണ്ടവർക്ക് പ്രിൻ്റ് ഉണ്ട്. ഷോൾഡർ സൈസിൽ മാത്രം വർക്ക് വരുന്ന ആ മോഡലുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഒരുപോലെ പുള്ളി വേണ്ടവർക്കുള്ള അതുണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. കുഞ്ഞിപ്പുള്ളി വേണമെന്ന് പറഞ്ഞവർക്ക് കുഞ്ഞിപ്പുള്ളി ഉണ്ട്. എന്താണ് ആൾക്കാരെ കൊച്ചിപ്പുറ്റി എന്നറിയാം, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ യൂണിവേഴ്സലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 58 സൈസ് എന്ന് പറഞ്ഞാൽ ആ 58 സൈസും ഉണ്ടായിരിക്കും, കയറൂല, ചുരുങ്ങുമൊന്നും ചെയ്യൂല. ഭാരത് ചുരുങ്ങുന്നല്ല, പക്ഷെ എന്നാലും ഭാരതിനേക്കാളും ഒന്നും കൂടെ കട്ടിയായിട്ട് കിട്ടുക യൂണിവേഴ്സലാണ്. പക്ഷെ ഭാരത് ആണ് ഇപ്പോൾ ഇടാൻ സുഖം. ഈ ചൂടലിനും വേനലിനൊക്കെ ഏറ്റവും നല്ലത് ഭാരതാണ്. ഇതിന് രണ്ടിനും കംപ്ലൈൻറ്റ് എന്ന് പറയാനുള്ള കംപ്ലൈൻറ്റ് ഇതുവരെ നമുക്ക് ആരും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. അതുപോലെ ഞങ്ങളെ യൂണിറ്റിലേക്കും ഇത്രയും പീസ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം 2 സ്ഥലത്തും ഒരുപോലെ വിറ്റിറക്കേണ്ട ഗതികേടാണ്. കാരണം ഇവിടെ ഉള്ളവർ
ഇതേ വീഡിയോയിൽ കണ്ട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ പറയും ഇജുള്ളൊക്കെ യൂട്യൂബ് കൊടുത്താൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് മതി, ഞങ്ങളെ ഇനി എനിക്ക് ആദ്യമുള്ള എൻ്റെ എന്ന് പറയും. അപ്പോൾ അതും കേൾക്കണം. യൂട്യൂബുള്ളവർ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ നല്ലതൊക്കെ നിങ്ങളെ നാട്ടിൽ കൊടുത്തുകൊണ്ട് ആകാത്ത ഞങ്ങൾക്ക് തരികയാണ് പറയും. എന്തായാലും രണ്ട് കൂട്ടനും പരാതി തീർക്കാൻ രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ എടുത്തേക്കാണ്. അപ്പോൾ പിന്നെ വന്നിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല, വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക. ഇന്നും നാളെയായിട്ട് ഇത് തീരും. ഓൺലൈൻ 290 അവൈലബിൾ ആണ്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് അയച്ചു തരാം. അല്ലാത്തവർക്ക് നാളെ മറ്റന്നാളായിട്ടുള്ള വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. താങ്ക്